നമ്മൾ 2 ദിവസത്തെ ഒമാൻ ട്രിപ്പിൽ സുൽത്താൻ ഖാബൂസ് മോസ്കും ഒപ്പേറ ഹൗസും ഒക്കെ കണ്ട് തിരിച്ച് മസ്കറ്റിനോട് വിട പറഞ്ഞ് അബുദാബിക്ക് വരുവാണേ. വരുന്ന വഴിക്ക് വലിയൊരു വാഴത്തോട്ടം കണ്ടേ. എന്നാൽ പിന്നെ വാഴത്തോട്ടം കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനകത്ത് കയറി. വാഴത്തോട്ടം അതിനകത്ത് കുറച്ച് മാവുകളൊക്കെ ഉണ്ട്. ഇനി വെങ്ങാനും മാങ്ങയുടെ സീസൺ ആണെങ്കിലോ എന്നോർത്തുകൊണ്ട് അവിടെ കയറി. ഇവിടെ അടുത്തെവിടെ ഒരു ചക്ക ഫാം ഉണ്ടെന്നും കേട്ടായിരുന്നു. പക്ഷെ ചക്കയുടെ സീസൺ കഴിഞ്ഞു പോയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നാട്ടിലെ ടോപ്പിൽ കുട്ടിയൊക്കെ മിസ്സാകുന്നതാണല്ലോ പ്രവാസികളെ കുട്ടികൾക്ക്. ഫാമിനെ ചുറ്റി ഒരു കൈത്തോടുണ്ട് കേട്ടോ, ഒഴുകുന്നു. അപ്പോൾ അതിൽ നല്ല തണുത്ത വെള്ളമായിരുന്നു. പിള്ളേർക്കെല്ലാം ഇറങ്ങി കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട്. നമ്മുടെ നാട്ടിലെ തോടിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടി. വലിയവരും ചെറിയവരും ഒക്കെ ഇറങ്ങിയേ. ഈ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മാവും വാഴയും മാത്രമല്ല കേട്ടോ, ഈന്തപ്പനൊക്കെ ഉണ്ട്, അതുപോലെ മറ്റു മരങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നാട്ടിലത്തെ ഒരു ഫീലൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇതിന് തൊട്ടടുത്തായിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഷൈജു, ഇതാണ് അൽബൈത്ത് അൽ കുവൈത്ത്. ഓക്കെ, നമ്മൾ ചാറ്റ് GPT-യിലും കുറേ നോക്കി. പിന്നെ നമ്മൾ മുന്നേ വന്നപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്യേണ്ട റെസ്റ്റോറൻ്റാണെന്ന്. ഇവിടുത്തെ മട്ടൺ മജ്ബൂസാണ് ഇവിടുത്തെ മെയിൻ സാധനം. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ മജ്ബൂസ് തീർന്നു പോയി. നമ്മൾ വന്ന സമയം നോക്കിയാൽ 5:15 ലഞ്ച് കഴിക്കാൻ വരുന്ന. മജ്ബൂസ് ഇല്ല. പക്ഷെ ഇവരെന്താ വെച്ചാൽ മട്ടൻ്റെ ചാപ്സ് ഇല്ലേ, നമ്മുടെ ഇങ്ങനെ കടിച്ച് വലിക്കുന്ന സാധനമുണ്ട് അത്, പിന്നെ ചിക്കൻ ടിക്ക, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ തരാനുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് എന്താ, കേരള ഹോട്ടലുണ്ടോ, പൊറോട്ടയും ചിക്കൻ കിട്ടുമോ, ഇതിന് എപ്പോഴും ഇതിലേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, പുറത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ ട്രൈ ചെയ്യുക. ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സുകൊണ്ട് ഓപ്പണായിട്ട് കഴിച്ചാൽ മതി. അപ്പം നമ്മളിന്ന് എന്താ കഴിച്ചേ, ലഹബ് ചിക്കൻ, വെറൈറ്റി ഫുഡല്ലേ. നമ്മൾ കഴിഞ്ഞ സലാലയിൽ പോയപ്പോൾ സജേഷ് പറഞ്ഞിട്ട് നമ്മളെന്ത് കഴിച്ചു, മുസാൽ ബലൂഷിന്ന് മട്ടൻ ഷൂവയും കാബൂളി റൈസും കഴിച്ചു. വേൾഡ് ഫേവറേറ്റ് അത്, അടിപൊളി സാധനം. അപ്പം അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചാൽ മതി. അപ്പം ഇന്ന് നമുക്ക് ഇത് ട്രൈ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് പറയാം. എന്താ, ഓക്കെ അല്ലേ? ആ, ഫുള്ള് മജ്ലിസാണ് ഇവിടെ കംപ്ലീറ്റ്. പക്ഷേ വലിയ മജ്ലിസ്, അത്യാവശ്യം നല്ല വലിയ മജ്ലിസാണ്. എല്ലാവർക്കും നല്ല കുട്ടിയൊക്കെ നല്ല വൃത്തിയിരിക്കാനും എല്ലാം പറ്റുന്ന മജ്ലിസാണ്. മജ്ലിസിൻ്റെ ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ മസ്കറ്റൊക്കെ കുറേ മജ്ലിസ് കണ്ടില്ലല്ലോ, പക്ഷെ അതൊന്നും ജസ്റ്റ് പ്ലെയിൻ ആയിരുന്നു. ഇപ്പം നമ്മുടെ റൂമിനുള്ളിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ എനിക്ക് നല്ല വെറൈറ്റീന് ഫോട്ടോ ഇതാ, ഇതണ്ട കാവ. നീ അറബി നാട്ടിൽ വന്നിട്ട് ഇത് കുടിച്ചിട്ടില്ലേ പിന്നെ നീ എന്ത് മനുഷ്യനാടാ. ഇതാ ആ ഒഴിക്കൽ നോക്കിയാട്ടെ. സമോവർട്ടിക്ക് ശേഷം വേൾഡ് ഫേമസ് ആയ സാധനമാണ് ഇത്. ഷൈജു, സമോവർട്ടിക്ക് ശേഷം വേൾഡ് ഫേമസ് ആയ സാധനം ഇത്, പൂജ. ഇതിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കിയ നീ, ഉള്ളിൽ നല്ല സ്റ്റൈലായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റൊക്കെ നോക്കിയേ. വെള്ളം കുടിക്കുന്ന ഗ്ലാസ് കണ്ട कैसा है? अच्छा है? A handsome brother is bringing our food. കുബൂസ് ഉണ്ട്, ലീവ്സ് ഉണ്ട്, മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്. നമ്മളെ ബായി കൊണ്ടുവരുന്ന കണ്ടാൽ തന്നെ ഒരു ചന്ത. മട്ടൺ നമ്മൾ കഴിച്ചോളൂ, റൈസ് സെയിം ആണ്. യെസ്, ദാ കുഞ്ഞു മട്ടനെ അങ്ങനെ കാല് പൈപ്പ് പോലത്തെ മട്ടനും. കൈകൊണ്ട് എടുക്കുമോ? കൈകൊണ്ട് എടുത്തോ, കൈകൊണ്ട് വാരി എടുക്ക്. ഷൈജുവിൻ്റെ പെർഫോമൻസ് ഭയങ്കര കേട്ടാ. ഏതൻ ഫുഡ് എങ്ങനെയുണ്ട്? ഷൈജു ഓരോ അഭിപ്രായം പറ മട്ടൻ്റെ. നല്ല സോഫ്റ്റ് ഇട്ടത്. ആ, ഇന്നത്തെ റൈസിനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാട്ടോ. ഒരു ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ഇതിന്. അതല്ല, റൈസ് ഭയങ്കര നീളമുള്ള റൈസ് അല്ലേ, നമ്മുടെ ഒരു ബസ്മതിനെ തോന്നിക്കുന്ന. റൈസ് കഴിച്ചില്ലേ? ഒന്നാമത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളി. പ്ലേറ്റ് കാലിയാക്കി 2 മിനിറ്റ് കൊണ്ട് പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട്.
അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്ക്. നല്ല അടിയാണ്. ഈ ജർജിയില്ലേ വെള്ള ഉള്ളി, പൊതുവേ ഒരു പച്ചമുളക് കിട്ടും. ഇന്നിവിടെ പച്ചമുളക് ഇല്ല. അതിനർത്ഥം ഇവരെ ഫുഡ് അത്യാവശ്യം നല്ല ഇതിനൊക്കെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. പുതിന ചട്നി ഇതെങ്ങനെ ഇടുക, ഒരു ഇച്ചിരി മുളകിൻ്റെ പൊടി, ഇത് നമ്മളെ നാടൻ മുളക് പൊടിച്ചിട്ട് അതിൻ്റെ ഇതാണ് എരിവിന് വേണ്ടിയിട്ട് ഇത് മൊത്തം അങ്ങ് മിക്സ് ചെയ്തിട്ടില്ലേ. ഇതെങ്ങനെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ എടുത്തങ്ങ് കഴിച്ചു. ഷിംനാഥ് കഴിച്ചായിരുന്നു, ഇപ്പൊ ഷൈബിന്റെ ആയിരുന്നു. അടിപൊളിയാ. പഴയ പരവാതി കുറേ ആള് പറഞ്ഞില്ലെങ്കിലും നമ്മളിവിടെ വന്നേരം അറിഞ്ഞ് ഇവര് യുഎഇയിൽ പല സ്ഥലത്തുണ്ട്. क्या हाल है? अल्हम्दुलिल्लाह। खाना बहुत अच्छा है एक्चुअली, हम लोग को बहुत पसंद हो गया। हम लोग नॉर्मली मटन नहीं खाता है, खाली चिकन और बीफ खाता है बहुत। हम लोग इंडिया केरला से, बट इधर आए मटन खाया, बच्चे लोग भी मटन खाया। फ्रेश मटन होता है हमारे पास, फिश है, फिश फ्रेश है, हर चीज़ जो कुछ है हमारे पास। यानी कुनाफा है हमारा, टेस्टी कुनाफा है, हम लोग लिए और Special है। उसके पास से लिया कुनाफा। स्पेशल है। उसके बाद हमारे पास हर चीज़ जो भी है फ्रेश ऑर्डर के बाद रेडी होती है। बहुत मटन बहुत डिफरेंट टेस्ट आ रहा है। वो इधर का मटन है एक्चुअली, मटन इधर का ज़्यादा पाकिस्तान से आता है, लेकिन इधर ही ज़बा हमारे पास ही इधर ही ज़बा करके फ्रेश यूएई में रेडी किधर किधर है आप लोग का? ये यूएई में किधर किधर है? यूएई में हमारा शारजा सिटी में बड़ा रेस्टोरेंट है, सेम नाम पे है? यस सेम, अरबाब सेम है। उसके बाद अजमान में है, हाँ। तो इधर भी एक दो ब्रांचें हैं माशाल्लाह। ये अभी न्यू रेडी हुआ है, ये ये बिल्डिंग नया है एक्चुअली। न्यू है ये, 1-2 महीने का। तो माशाल्लाह अभी से जो है ना इधर अच्छा है, वो सारे पूरा customer- अरेंजमेंट भी अच्छा है ना, हाँ, yes। मजलिस भी अच्छा बना है एक्चुअली, सब स्पेशियस कुछ है। माशाल्लाह अभी और इसमें जो है ना इजाफा होगा। तो इंशाल्लाह आप आया करें, और भी जो है ना आएगा हम दोस्तों को खाना बहुत टेस्टी है बताएं। एक्चुअली, है ना। तो इंशाल्लाह इधर हर किस्म की सहूलत आपको मिलेगी। आपका नाम क्या है? जहीर नाम, जहीर फ्राम पाकिस्तान। हाँ ओके। ഷൈബി, ആ നീ ഇപ്പം ഭക്ഷണം കഴിച്ചപ്പോഴേ ആ. ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ സർവീസ് സെർവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഭയങ്കര സന്തോഷമല്ലേ അവർക്ക്? അവർക്ക് സ്വന്തം വീട്ടിൽ നിന്നല്ല, സ്വന്തം കട പോലെ അവർ ആ അല്ല, ഞാൻ അവിടെ ഞാൻ ഓണറാണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. അതേപോലെ ഒരു പെരുമാറ്റം നിങ്ങൾ റിവ്യൂ ഇടണേ, അതായത് മറ്റേ ഇങ്ങനെ ഫുൾ എല്ലാം ഭയങ്കര ഇത്. നമുക്ക് സർവ് ചെയ്ത ബംഗ്ലാദേശുകാരനല്ലേ, എന്റെ പേര് ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും റെസ്റ്റോറന്റ് റിവ്യൂലൊക്കെ എന്റെ പേര് കാണാൻ പറ്റും. ഒരാള് വന്നിട്ട് നമ്മൾ അജ്മാനിലുണ്ട്, ഷാർജയിലുണ്ട്, നിങ്ങൾ അവിടെ പോണം ഇവിടെ പോണം. ഭയങ്കര ഓണർഷിപ്പ് മെന്റാലിറ്റി കേട്ടോ എല്ലാവർക്കും ഒരേപോലെ. അവർക്ക് ഫുഡിൽ കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. അതും ആ കാവ തരുന്ന ഒരു എത്ര വട്ടം തരുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മൾ ഇങ്ങോട്ട് പറയാം, എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ഒരു 4-5 വട്ടം എടുപ്പിച്ചു. ഷിംനയ്ക്ക് കൊടുത്തു, നിനക്ക് എടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ വരാൻ വേണ്ടിയൊക്കെ ആയിട്ട്. പിന്നെ വേറെ കാര്യം അനുസരിച്ചു ഞാൻ മനസ്സിലാക്കിയത്, അവരുടെ ഒതന്റിക്കായിട്ട് അവർക്ക് കഴിവ് തെളിയിച്ച ഐറ്റം ഉണ്ട്, അതവര് പറയുന്നുണ്ട്. ഇവിടുത്തെ ഇതാണ് ടേസ്റ്റ് മജ്ബൂസ്, അത് ടേസ്റ്റ് ആയിരുന്നു. അതൊരു അല്ല, അവരുടെ വേറെ ഐറ്റം ഇല്ലാത്തോണ്ടല്ലോ. അങ്ങനെയൊക്കെ അവര് സാധാരണ എന്താ പറയാ എല്ലാം പറയും. നിങ്ങൾ മജ്ബൂസ് കഴിക്കുന്ന ഫസ്റ്റ് വരുന്ന ഒരാളുടെ വരുന്നത്, അവിടെ മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്. നമ്മുടെ രണ്ടാമത് ഓർഡർ ചെയ്ത ബിരിയാണിയാ, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടതാ മജ്ബൂസ്. ആദ്യത്തെ ഇഷ്ടപ്പെട്ട. നമ്മൾ ആരെങ്കിലും മട്ടൻ കഴിക്കുന്ന ആൾക്കാരല്ല, എല്ലാരും മട്ടൻ കഴിച്ചു. ചിക്കൻ കഴിക്കുന്ന ആൾക്കാരാണ് പിള്ളേരടക്കം ഇന്ന് മട്ടൺ കഴിച്ചത്. എല്ലാവരും അല്ല, നമ്മുടെ മട്ടനാണ് അവിടുത്തെ മജ്ബൂസ്, അവിടുത്തെ സ്പെഷ്യൽ അത് തരുന്നവര്. എന്തായാലും സംഭവം പൊളിച്ചിന്, അടിപൊളിയായിരുന്നു കേട്ടോ. വേറൊരു കാര്യമുണ്ട്, നമ്മള് പോകുന്ന റൂട്ട് ഇന്നലെ വന്ന റൂട്ടല്ല കേട്ടാ. ഇത് വേറെ ഇപ്പൊ പോകുന്നത്
കത്തമ്മൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ ബോർഡർ വഴി. നമ്മൾ മെസിയാദ് ബോർഡർ വഴിയല്ല വന്നത്. ആ അപ്പോൾ തിരിച്ചു പോകുന്നത് കത്തമ്മൽ ഷെയ്ഖ് എന്ന ബോർഡറാണ്. ഓക്കെ അത് വെച്ചാൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇച്ചിരി കൂടി അടുത്താണ്. ആണല്ലേ? ഓൾമോസ്റ്റ് 15-20 കിലോമീറ്റേഴ്സ് അടുത്താണ്. ആ സമയലാഭം ഇതാണ്. ഇനി ചെക്ക് പോസ്റ്റിൽ എന്താവും അറിയില്ല. കാരണം ഒരുപാട് പേര് വീക്കെൻഡ് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടാവും. 2 ദിവസം ലീവായിരുന്നല്ലോ. ആ നമ്മൾ കണ്ടല്ലോ മസ്കറിന്റെ കുറേ യുയിക്കാർ എല്ലാവരും തിരിച്ചവിടെ ബോർഡറിൽ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ലേറ്റ് ആവും. പക്ഷെ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ സോഹാർ ടൗൺ വിടുവാണ് ഏകദേശം. സോഹാറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലുലു ആണ് ഇത് കേട്ടോ. നീ കാണുന്നല്ലേ? സോഹാർ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞൊരു മാളിലുള്ള ലുലു. നല്ല കളർഫുൾ ആയിട്ടുള്ള മാളാണ്. 2 ദിവസത്തെ ഒമാൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേരും നമ്മളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നല്ലൊരു യാത്രയായിരുന്നു. ഇനിയും പോകാൻ നമുക്ക് തോന്നും. ഇത് റോഡ് ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഒമാനിലേക്ക് പോകാൻ ഏറ്റവും നല്ലത്. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ദൂരത്തിലാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളതിൽ കാര്യമൊന്നുമില്ല. നമ്മൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളതിലാണ്. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളും നമ്മളുടെ ഫാമിലിയും ഒക്കെ ആയിട്ടുള്ള യാത്രകൾ നമ്മളുടെ എപ്പോഴും നമ്മളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കും. വീണ്ടും വീണ്ടും പോകാനും നമുക്ക് തോന്നും. അതുപോലെ എല്ലാവരും കുഞ്ഞു കുഞ്ഞു യാത്രകളാണെങ്കിൽ കൂടി അത് ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കരുത്.